ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് പാലിലാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ പാല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് കാരമലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാലാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരമൽ നല്ല കട്ടയായിട്ടായിരിക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലെ ഇനി ഇത് ചൂടാക്കി എടുക്കുമ്പോൾ ഇത് മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ കളറും ചേഞ്ച് ആവും കേട്ടോ. ഇപ്പോൾ ഒരു കാരമലിൻ്റെ കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം തന്നെ ഞാനിവിടെ ചൈന ഗ്രാസും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഈ ഒരു കാരമൽ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ആണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചൂടാക്കി എടുക്കരുത് കേട്ടോ. അന്നേരം പിന്നെ ഈ ഒരു പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂട്ടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു പാൽ മിക്സ് കുറച്ച് തിക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ കട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്താലും മതി. അരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ഇനി ഞാൻ ഇതൊരു നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചൂട് പോകുമ്പോൾ ഇത് കുറച്ചും കൂടി സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ബൗളാ പിന്നെ ട്രേല ഏതിലാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. ഫ്രിഡ്ജിൽ മാറ്റി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വീണ്ടും ഇതൊന്ന് പുറത്ത് വെച്ചിട്ട് ഇതിലേക്ക് കാഷ്നട്ടും അതുപോലെ ബദാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഒന്ന് സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണിത്. പിന്നെ നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടിയോ, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്